അല്ല, അതില് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പിന്നെ ആര് ജയിക്കണ തോൽക്കണ എന്നുള്ളതൊന്നും അല്ല അതിന്റെ പ്രസക്തി. അവിടെ ഒരു വോട്ടെങ്കിലും കിട്ടിയാൽ അത് PV അൻവറിന് ഒരു വോട്ട് കിട്ടിയാൽ അത് പിണറായി സത്തിനെതിരുള്ള വോട്ടായി അങ്ങനെയും ചിന്തിച്ചൂടെ? ജയസാധ്യത മാത്രമല്ലല്ലോ, കിട്ടുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പരാജയപ്പെടുകയാണെങ്കിലും ഒക്കെ ലഭിക്കുന്ന വോട്ടുകൾ ഈ പറഞ്ഞ ആശയത്തോടുള്ള യോജിപ്പായി നമുക്ക് കണ്ടുകൂടെ? ഇനിയിപ്പോ ഏതെങ്കിലും ഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ ഇനിയിപ്പോ നോമിനേഷൻ കൊടുക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോ ഈ PV അൻവറിനെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ കൂടെ കൂട്ടാം, ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയാക്കിയെങ്കിലും കൂടെ കൂട്ടാം. പക്ഷേ ഈ ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയായി പൂർണ്ണമായി അംഗീകരിച്ച് തങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നൊരു ഡിമാൻഡ് വെക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കും? അല്ല, അത് നേരത്തെ വ്യക്തമാക്കിയതാണ്. നേരത്തെ ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ VS ജോയിയെ അൻവർ പിന്നെ സൂചന നൽകിയതാണ്. പക്ഷേ UDF നേതൃത്വം ആ രൂപത്തിൽ അത് കണ്ടിട്ടില്ല. പക്ഷേ UDF നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ അഭിപ്രായ വ്യത്യാസം, ഞങ്ങൾ UDFന്റെ ഭാഗമായാൽ, ഞങ്ങൾ UDFന്റെ ഭാഗമാവുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് UDF പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് തുടർന്നും അങ്ങനെ ഒരു സാഹചര്യം സംജാതമാകുകയാണെങ്കിൽ നിലപാട് അത് തന്നെയായിരിക്കും.